ഞാനേ ഡ്രഗ്സിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ചെറിയൊരു 2 വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്നെ കളിയാക്കിയ കുറച്ച് സാധനങ്ങളുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യണ്ട എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളത്. നമ്മൾ കള്ള് അല്ലെങ്കിൽ കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ കുറച്ച് ഉപയോഗിച്ചാൽ അവിടെ വീഴും, അവിടെ എവിടെയെങ്കിലും മറിഞ്ഞു വീഴും. പക്ഷേ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളില്ലേ, അവരോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് വരുന്നത് നിങ്ങൾക്കല്ല, നിങ്ങളെ മക്കളിലൂടെയാണ് വരിക. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബാധകം, അതായത് നിങ്ങളെ വല്ലാണ്ട് അങ്ങോട്ട് ബാധിക്കില്ല, പക്ഷെ നിങ്ങളെ മക്കളിൽ അത് ബാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ, അതായത് നിങ്ങളുടെ ഭാര്യ ഗർഭം ധരിച്ചുണ്ടാകുന്ന നിങ്ങളുടെ മക്കൾ, ആ മക്കളിൽ അക്രമവാസന കൂടുതലുള്ള കുട്ടികളായിരിക്കും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടായിരുന്നത് അത് ശരീരത്തിൻ്റെ അംഗവൈകല്യമായിരുന്നു. കൈയില്ല, കാലില്ല, അല്ലെങ്കിൽ വിരലുകളില്ല, കണ്ണില്ലാത്തത്, ചിറി കൂടിയത്, ചെവിയില്ലാത്തത്, ചുണ്ടില്ലാത്തത്, അങ്ങനെ പല അംഗവൈകല്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളത് മാനസിക വൈകല്യമുള്ള കുട്ടികളാണ് ജനിച്ചു വീഴുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്രഗ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറ നിങ്ങളിൽ തന്നെ ഒതുങ്ങണം, അതായത് നിങ്ങളോ കൂടെ അവസാനിക്കണം എന്നുള്ളതാണ്. അടുത്തൊരു തലമുറയിലേക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യരുത്, ഡ്രഗ്സ് യൂസ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചിന്തിക്കുക, അതായത് ഇന്ന് ടീനേജുകാരാണ് കൊലപാതകങ്ങൾ നടത്തുന്നതെങ്കിൽ നാളെ വളരെ ചെറിയ കുട്ടികൾ 2-3 വയസ്സുള്ള കുട്ടികളൊക്കെ കൊന്നു എന്നുള്ള വാർത്തകൾ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ആയിരിക്കും ആദ്യം കേൾക്കുക, അവസാനം നമ്മുടെ വീട്ടിലും ഇടയ്ക്കൊക്കെ ഒന്ന് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. അല്ലാണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചിലർ കളിയാക്കാനും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും വരികയല്ല ചെയ്യേണ്ടത്. ആദ്യം ഒന്ന് ചിന്തിക്കുക, നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിർത്തുക. ഇനിയിപ്പോൾ ഞാൻ നിർത്തിയാൽ എന്ത് മറ്റുള്ളവരിൻ്റെ ചെങ്ങായിമാരെന്തൊക്കെ വിചാരിക്കും എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. എൻ്റെ നാളത്തെ തലമുറക്ക്, എൻ്റെ ജനറേഷനെ ഞാൻ വളർത്തുന്നുണ്ടെങ്കിൽ ആ ജനറേഷന് നല്ല കുട്ടികളാക്കണം, സ്വഭാവ വൈകല്യം ഇല്ലാത്ത കുട്ടികളാക്കാൻ നിങ്ങൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് എഴുതിയിട്ട് നിങ്ങൾ നന്നാവാനൊന്നും പോകുന്നില്ല.